എല്ലായ്പ്പോഴും സ്തുതിക്കുക. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. എല്ലായ്പ്പോഴും കർത്താവിനെ വാഴ്ത്തും എന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെയോ വികാരത്തിൻ്റെയോ അടിസ്ഥാനമാക്കിയുള്ള പ്രസ്താവനയല്ല. ദാവീദ് വളരെ ഉറച്ച ഒരു തീരുമാനമെടുക്കുകയാണ്. ഇത് ദാവീദിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. ജീവിതത്തിൽ ഏതവസ്ഥയിലിരുന്നാലും ദൈവത്തെ സ്തുതിക്കും എന്ന് ദാവീദ് പറയുകയാണ്. ജീവിതത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങളാണ് ഉള്ളത്. പരിശോധനകളുടെയും പരീക്ഷകളുടെയും ക്ലേശങ്ങളുടെയും കാത്തിരിപ്പിൻ്റെയും നിരാശയുടെയും വേദനയുടെയും ഒക്കെ സമയങ്ങളുണ്ട്. ചിലപ്പോൾ ദൈവം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളും ഉണ്ടാകാം. എന്തൊക്കെ വന്നാലും എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിക്കുന്നത് ദാവീദിൻ്റെ ഉറച്ച തീരുമാനമായിരുന്നു. ഇവിടെ താൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ഏത് സാഹചര്യങ്ങളിലും തൻ്റെ സ്തുതി ദൈവത്തിനു വേണ്ടിയുള്ളതാണ്. ജീവിതത്തിൽ ദുഷ്കരമായ സാഹചര്യങ്ങളെ നേരിടുക എന്നതിൻ്റെ അർത്ഥം ദാവീദിന് അത് നന്നായി അറിയാമായിരുന്നു. രാജാവായിരുന്ന ശൗൽ അദ്ദേഹത്തെ വേട്ടയാടി. തൻ്റെ കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു. തൻ്റെ സ്നേഹിതർ തന്നെ വഞ്ചിച്ചു. പലപ്പോഴും അതിതീവ്രമായ ദുഷ്കരമായ സാഹചര്യങ്ങളിൽ അകപ്പെട്ടു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിൽ ശൗലിനെ പേടിച്ച് ഓടിപ്പോകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം താൻ ആദ്യം സ്വയത്തിലാണ് ആശ്രയിച്ചത്. താൻ പുരോഹിതനായ അബിമേലെക്കിൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ ഗാദിലെ ഫെലിസ്ത്യരുടെ ഇടയിൽ അഭയം തേടി. എന്നാൽ ദാവീദ് ആരാണെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ തൻ്റെ ജീവരക്ഷയ്ക്കായി ഒരു ഭ്രാന്തനെ പോലെ അഭിനയിച്ചു. ഇവിടെ താൻ നടത്തിയത് ബുദ്ധിപരമായൊരു നീക്കമായിരുന്നു എന്ന് തോന്നിയെങ്കിലും അതിൻ്റെ ഒടുവിൽ അപമാനവും നിരാശയുമായിരുന്നു. സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ശ്രമം പരാജയത്തിലും ദുരന്തത്തിലുമാണ് അവസാനിക്കുന്നത്. ഈ വേദനാജനകമായ അനുഭവത്തിലൂടെ ദാവീദ് തൻ്റെ ജീവിതത്തിൽ പഠിച്ച വിലപ്പെട്ട പാഠം അത് മനുഷ്യൻ്റെ പരിധികൾക്ക് പരിമിതികളുണ്ടെന്നും എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല എന്നതുമായിരുന്നു. അതുകൊണ്ടാണ് 34-ാം സങ്കീർത്തനത്തിന് 4-ാം വാക്യത്തിൽ അവൻ സന്തോഷത്തോടെ ഇങ്ങനെ പാടുന്നത്: ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഞാൻ എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിച്ചു എന്നല്ല, മറിച്ച് ഞാൻ യഹോവയെ അന്വേഷിച്ചു എന്നാണ് ദാവീദ് പറയുന്നത്. ശ്രദ്ധിക്കുക, തൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ടല്ല അവൻ്റെ സാഹചര്യങ്ങൾ മാറിയത്, മറിച്ച് താൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ സാഹചര്യങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു. കർത്താവ് തന്നെ അപകടത്തിൽ നിന്ന് മാത്രമല്ല, തൻ്റെ ഹൃദയത്തെ എല്ലാ ഭയങ്ങളിൽ നിന്നും വിടുവിച്ചു. ദൈവത്തിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ടായിരിക്കുമെന്ന് ദാവീദ് പറയുകയാണ്. കാരണം ഏത് സാഹചര്യങ്ങളിലും ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് തൻ്റെ ഉറച്ച തീരുമാനമായിരുന്നു. അതൊരിക്കലും സാഹചര്യങ്ങളെ ആശ്രയിച്ചുള്ളതായിരുന്നില്ല. ദുഃഖമോ വിജയമോ പോരാട്ടമോ ഇനി ഇല്ലായ്മയോ സമൃദ്ധിയോ എന്തു തന്നെ ആയാലും ദൈവത്തെ സ്തുതിക്കുന്നത് തൻ്റെ സ്വഭാവമായിരുന്നു. ദൈവത്തിൻ്റെ സ്തുതി എപ്പോഴും തൻ്റെ നാവിന്മേലുണ്ടായിരുന്നു. പ്രിയ സുഹൃത്തെ, ദൈവത്തെ സ്തുതിക്കുന്നത് എങ്ങനെയാണ് നമ്മെ സഹായിക്കുന്നത്? താങ്കൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ മാറി ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുകയാണ്. സ്തുതിക്കുക എന്നത് നമ്മെക്കുറിച്ചല്ല, മറിച്ച് ദൈവത്തെക്കുറിച്ചുള്ളതാണ്. നമ്മുടെ വേദനയുടെ ഇടയിലും നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ നമ്മുടെ പ്രശ്നങ്ങളിലേക്കോ രോഗങ്ങളിലേക്കോ തിരിയുന്നതിന് പകരം എല്ലാ പ്രതിസന്ധികളേക്കാൾ വലിയവനായ ദൈവത്തിങ്കിലേക്കാണ് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ, സ്തുതിക്കുമ്പോൾ നമ്മുടെ പ്രതിസന്ധികൾ മാറ്റപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ സ്നേഹം എന്നിവയുമായി നാം താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ ലഘുവായി തീരുകയാണ്. നമ്മുടെ ഹൃദയം ശക്തിപ്പെടുകയാണ്. നമ്മുടെ വിശ്വാസം പുതുക്കപ്പെടുകയാണ്. നമ്മുടെ പ്രത്യാശ വീണ്ടെടുക്കപ്പെടുകയാണ്. എല്ലാ കാലത്തും കർത്താവിനെ വാഴ്ത്തുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിലെ വേദനകളെ നാം അവഗണിക്കുന്നു എന്നതല്ല, മറിച്ച് നമ്മുടെ വേദനകളെക്കാൾ ഉപരിയായി ദൈവത്തെ ഉയർത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ നാം തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതശൈലിയായി മാറുമ്പോൾ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ദൈവം നമുക്ക് ശക്തി നൽകുകയാണ്.
കർത്താവിനെ നിരന്തരം സ്തുതിക്കുന്ന ഒരാൾക്ക് തൻ്റെ മുമ്പിലുള്ള ഏത് പ്രശ്നത്തെയും നേരിടുവാനുള്ള കൃപയും ധൈര്യവും സഹനശക്തിയും എല്ലായ്പ്പോഴും ലഭിക്കുകയാണ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.